നമസ്കാരം. ഞാൻ ചെയ്യുന്ന ഓരോ ഏജൻസി റിലേറ്റഡ് വീഡിയോയിലും പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു കഥയുണ്ടാവും. ഇസ്രയേൽ മോഹവുമായി ഒരു ഏജൻസിയിൽ ചെന്നു. ആ ഏജൻസി പാസ്പോർട്ട് പിടിച്ചു വെച്ചു. 1 മാസമായി, 2 മാസമായി, 5 മാസമായി, 6 മാസമായി. ആ ഏജൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആ സഹോദരി പാസ്പോർട്ട് തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്നും നൽകിയ മറുപടി, നിങ്ങളുടെ പാസ്പോർട്ട് ഇസ്രയേൽ എംബസിയിൽ സബ്മിറ്റ് ചെയ്തു, അവിടെ നിന്നും മിസ്സായി എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എന്നാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഇസ്രയേൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ, ധാരണയുള്ളൂ. അതോടൊപ്പം എൻ്റെ ഇത്രയും വർഷത്തെ ഇസ്രയേലിൽ നിന്നുകൊണ്ടുള്ള അനുഭവ സമ്പത്തിൽ ഇസ്രയേൽ ഏജൻസിയോ, ഇസ്രയേൽ എംബസിയോ, ഇസ്രയേൽ പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റിയോ, ഇനി അതുമല്ല ഇസ്രയേലിൽ ജോലി ചെയ്യാൻ കെയർ ഗിവേഴ്സ് വരുമ്പോൾ ഇസ്രയേൽ ഫാമിലിയോ നിങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കില്ല. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് കേരളത്തിലെ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ നിയമ നടപടികൾ തീർച്ചയായിട്ടും എടുക്കുക. എനിക്കറിയാൻ സാധിച്ചത്, എന്നെ വിളിച്ച സഹോദരി പറഞ്ഞതനുസരിച്ച് ഒരു ഏജൻസി ആ സഹോദരിയുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും പിന്നീട് ആ ഏജൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ പാസ്പോർട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ ഇസ്രയേൽ എംബസി നിങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വച്ചേക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് ഇസ്രയേലിൽ മിസ്സായതാണ് എന്ന് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും, എന്നാൽ പുതിയ നിയമപ്രകാരം ഒരാൾ കെയർ ഗീവർ സ്വപ്നവുമായി വരുമ്പോൾ അവർക്ക് പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പഴയ പാസ്പോർട്ട് ഉൾപ്പെടെ പുതിയ പാസ്പോർട്ട് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്യണം എന്ന നിയമം ഇരിക്കെ, ഇനി ആ സഹോദരിക്ക് ഒരിക്കൽ പോലും ഇസ്രയേലിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ ആ ഏജൻസി ആ സഹോദരിയുടെ ഇസ്രയേൽ സ്വപ്നം നഷ്ടപ്പെടുത്തി എന്ന ഒരു കാര്യം കൂടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രയേൽ ജോലി സ്വപ്നം കാണുന്നവർ ഒരു കാരണവശാലും ഒരു ഏജൻസിയിലും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. പാസ്പോർട്ട് കോപ്പി സബ്മിറ്റ് ചെയ്യാം. ഇത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എന്നോട് വിരോധം തോന്നരുത്. കാരണം മറ്റു രാജ്യങ്ങളെ പറ്റിക്കാം എന്ന ഒരു കാര്യമുണ്ടെന്നിരിക്കെ ഇസ്രയേലിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറ്റിക്കുവാൻ നമ്മളൊക്കെ ഇവിടെ ജീവനോടുള്ളപ്പോൾ വേണ്ട എന്നുള്ള ചെറിയ കാര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ രാവിലെ തന്നെ ഒരു ചൂട് ചായയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.